SSLC+1 ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നത് സ്ഥിരീകരിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ചോദ്യം തയ്യാറാക്കുന്നവരും വിതരണം ചെയ്യുന്നവരും അറിയാതെ ചോർച്ച ഉണ്ടാകില്ല എന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താനാണ് തീരുമാനം. +1 കണക്കിന്റെയും SSLC ഇംഗ്ലീഷിന്റെയും ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പറുകളാണ് ചോർന്നത്. ചോദ്യപേപ്പർ ചോർച്ച ഗൗരവമുള്ള ആരോപണമാണെന്നും കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. ചോദ്യപേപ്പർ തയ്യാറാക്കുന്നവരും വിതരണം ചെയ്യുന്നവരും അറിയാതെ പുറത്തു പോകില്ല എന്ന് പറഞ്ഞ മന്ത്രി സംഭവം പൊതുവിദ്യാഭ്യാസ മേഖലയോടുള്ള വെല്ലുവിളിയാണെന്നും വ്യക്തമാക്കി. ഇത് ഈ ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന അധ്യാപകരാണ്, വിതരണം ചെയ്യുന്നത് സ്കൂളിലെ HM-മാരും ടീച്ചർമാരുമാണ്. അവരറിയാതെ ഈ ചോദ്യപേപ്പർ ഒരു കാരണവശാലും പുറത്തു പോകാൻ വേണ്ടി പാടില്ല. അപ്പോൾ ഇതൊരു നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയോടുള്ളൊരു വെല്ലുവിളിയാണ്. ഇത് പ്രസിദ്ധീകരിക്കുന്ന യൂട്യൂബ് ചാനലുകാരും അതുപോലെ തന്നെ സ്വകാര്യ വൻ ട്യൂഷൻ സ്ഥാപനങ്ങളും അവർ മനസ്സിലാക്കേണ്ട അവർക്കൊരു താൽക്കാലികമായിട്ടൊരു ലാഭം കിട്ടുമായിരിക്കും. ആ ലാഭം മാത്രം നോക്കി ഇത്തരത്തിൽ ഒരു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പാടില്ല. വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. ചോദ്യപേപ്പർ പ്രസിദ്ധീകരിച്ച യൂട്യൂബ് ചാനലുകൾക്കെതിരെ നടപടിയുണ്ടാകും. അതോടൊപ്പം സ്വകാര്യ ട്യൂഷൻ സെന്ററിൽ ജോലി ചെയ്യുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ അധ്യാപകരുടെ വിവരങ്ങൾ ശേഖരിക്കും. അവരിലേക്കും അന്വേഷണമുണ്ടാകും. സ്വകാര്യ ട്യൂഷൻ എടുക്കുന്നതിൽ അധ്യാപകർക്ക് നിലവിൽ നിയന്ത്രണമുണ്ട്. പലർക്കുമെതിരെ നടപടിയെടുത്തിട്ടുമുണ്ട്. അതിന്റെ കണക്കുകൾ പിന്നീട് പുറത്തുവിടുമെന്നും മന്ത്രി പറഞ്ഞു. ചോർന്ന പരീക്ഷകൾ വീണ്ടും നടത്തുന്നതിൽ പിന്നീട് തീരുമാനമുണ്ടാകും. ഇപ്പോഴത്തെ പരീക്ഷ കുട്ടികളുടെ ഭാവിയെ ബാധിക്കുന്ന കാര്യമല്ല എന്നാണ് മന്ത്രി വിശദീകരിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.